വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വീണ്ടും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് സത്യഭാമ ഫോൺ കൊടുക്കുകയാണ്. അന്നേരം മാഡം ഞാൻ പറയാം, ലൊക്കേഷൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. റോഡൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വന്നാലും പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ ശ്യാമ ചിന്തിച്ച് ശ്യാമ ടെൻഷനാണ്, വെപ്രാളവും ഒക്കെയാണ്. തുടർന്ന് മാഡം കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഓക്കെ ആണ് എന്നിങ്ങനെ ഗൗരവഭാവത്തിൽ ശാലിനി പറയുകയാണ്. തുടർന്ന് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ മടിയിൽ തന്നെയാണ് സത്യ എപ്പോഴും ഇരിക്കുന്നത്. തുടർന്ന് പപ്പിക്കുട്ടിക്ക് ഇനി വേറെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കടി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് വിഷ്ണു തന്നെ ഫോണൊക്കെ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പപ്പി പറയുന്നുണ്ട് അർജുൻ അങ്കിളുണ്ട്, പ്രീതി ആൻറ്റി ഉണ്ട്, മോള് പാറു ചേച്ചി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം സത്യഭാമ വീണ്ടും സത്യയെ അരികിലേക്ക് വിളിക്കുകയാണ്. വീണ്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും മുത്തം കൊടുക്കുകയും ചെയ്ത് ആകെ ഒരു ബഹളം തന്നെയാണ് അവിടെ. വിഷ്ണു ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ശാലിനിയുടെ വണ്ടി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഡ്രൈവറോട് മോളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പിന്നെ പറയുകയാണ്, ശാലിനി പറയുകയാണ്. തുടർന്ന് ഡ്രൈവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വണ്ടി ഒന്ന് തിരിച്ചിട്ടേക്ക്, എനിക്കൊരു അർജൻറ്റ് കോളുണ്ട്, അത് അറ്റൻഡ് ചെയ്യണം, അപ്പോൾ മോള് വരുമ്പോൾ അങ്ങ് പോകാമല്ലോ, ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താന്ന് പറഞ്ഞിട്ട് വണ്ടി തിരിച്ച് ഗേറ്റിനടുത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ഡ്രൈവർ അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ സത്യമോളെ എന്ന് വിളിക്കണം. അന്നേരം ഡ്രൈവർ അങ്കിൾ എന്നും പറഞ്ഞ് ഓടി സത്യ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രൈവർ അങ്കിളാണ് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരോടും പറയുകയാണ്. തുടർന്ന് മോളെ ചോദിക്കുമ്പോൾ അല്ല മോളുടെ അമ്മ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് കാറിനകത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു അർജൻറ്റ് കോള് വന്നു, അപ്പോൾ അതിലാണെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇറങ്ങാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ എല്ലാവരോടും ടാറ്റ പറയുകയാണ്. പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ ആദ്യ ഡ്രൈവറെ കാണുമ്പോൾ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, വിഷ്ണു അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് എല്ലാവർക്കും പപ്പി ടാറ്റ പറയുകയാണ്. നാളെ പപ്പിയോടും പിന്നെ വിഷ്ണുവിനോടും സത്യഭാമയോടും ശ്യാമയോടും എല്ലാവരോടും ടാറ്റ പറയുന്നുണ്ട്. സത്യ നാളെ സ്കൂളിൽ വെച്ച് കാണാൻ പപ്പി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഡ്രൈവർ ഈ കുഞ്ഞിനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്, കാറിനകത്തേക്ക് കയറുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് ഡ്രൈവറെ മനസ്സിൽ ഓർക്കുകയാണ്, അന്ന് വഴിയിൽ വെച്ച് സഹായിച്ചത് ഡ്രൈവറാണെന്നുള്ളത്. അന്നേരം നന്ദി പറയുമ്പോൾ മാഡത്തോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ അന്ന് സഹായിച്ചത് സത്യയുടെ അമ്മയാണല്ലേ, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ പുറകെ പോവുകയാണല്ലോ എന്ന് ശ്യാമ ഇങ്ങനെ ഓർക്കുകയാണ്. തുടർന്ന് ആ കുട്ടിയുടെ അമ്മയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വാ മോളെ എന്നും പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് സത്യഭാമയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ഓടി അങ്ങ് ബാൽക്കണിയിലേക്ക് മട്ടുപ്പാവിലേക്ക് പോവുകയാണ്, അവർ കാണുമോ ഇല്ലയോ എന്ന് ഉദ്ദേശിച്ച്. പക്ഷേ ഇതിനോടകം തന്നെ അതിന് മുന്നേ സത്യയെ വിളിക്കാനായിട്ട് ഡ്രൈവറിന് അകത്തേക്ക് കയറുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ടെൻഷനിൽ കാറിലിരിക്കുമ്പോൾ ആ വെളിയിൽ ആ ചെടികളുടെ ഇടയിൽ ശാലിനി വിഷ്ണു IAS എന്നെഴുതിയ ബോർഡ് കിടക്കുന്ന കാണുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇറങ്ങി അത് എടുക്കുകയാണ്. വർഷം 6 കഴിഞ്ഞിട്ടും ശാലിനിയോടുള്ള പകയും വിദ്വേഷമൊന്നും സത്യാമ്മയ്ക്ക് മാറിയില്ല. ശാലിനിയുടെ സ്വപ്നം ഇപ്പോഴും സത്യഭാമയുടെ ചവറ്റുകുട്ടയിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ വീടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ വിഷ്ണു നെയിം ബോർഡ് വിഷ്ണുവിനെ കൊണ്ട് കാണിച്ചതും എത്ര ഉയർച്ച ഉണ്ടായാലും വിഷ്ണു എന്നുള്ള പേര് ശാലിനിയുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് വിഷമം തോന്നുകയാണ്. അതിനുശേഷം ശാലിനി പെട്ടെന്ന് അതുമായിട്ട് കാറിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഡ്രൈവർ സത്യമോളെയും കൊണ്ടുവരുന്നത്. തുടർന്ന് പോവാം എന്ന് പറയുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്കുന്നുണ്ട് സത്യമോൾ വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്ക് വിഷ്ണു പെട്ടെന്ന് ഇങ്ങനെ മുറ്റത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞു. ഹലോ മാഡം എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു പുറകെ ഓടുകയാണ്. പക്ഷേ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞിരുന്നു. അന്നേരം ശ്യാമ മോളിൽ നിന്ന് കാണുന്നുണ്ട്, രക്ഷപ്പെട്ടു, കുഞ്ഞേച്ചിയെ കണ്ടില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ശ്യാമ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, പോട്ടെടാ സാരമില്ല, സത്യമോളുടെ അമ്മയല്ലേ, പപ്പിയുടെ ഫ്രണ്ടിൻ്റെ അല്ലേ, ഇനിയും കാണാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നേരിട്ടൊരു നന്ദി വാക്ക് പോലും പറയാതെ എന്ന് പറയുമ്പോൾ സാരമില്ല ഇനിയും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ മുറ്റത്ത് ആ ജീപ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. വിഷ്ണു എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്, എന്തൊക്കെയോ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഓടുകയാണ്. പക്ഷെ എന്താണെന്ന് അത് കാണിക്കുന്നില്ല. തുടർന്ന് ശാലിനിയാണെങ്കിൽ കാറിലിരുന്ന ആ നെയിം ബോർഡ് നോക്കി അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ കുട്ടി സ്കൂൾ വിട്ട് വരാത്തതിലും ശാലിനി കൊണ്ടുവരാത്തതിലും വിഷമിച്ചിരിക്കുകയാണ്. സ്കൂൾ വിടേണ്ട സമയം കഴിഞ്ഞല്ലോ, കുട്ടി വരാത്തത് എന്താണെന്നും പറഞ്ഞ് ഇങ്ങനെ ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം മോൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പപ്പിയുടെ വീട്ടിലായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ അവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ പപ്പിയെ കുറേ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി, ഞാനാണ് രക്ഷിച്ചത്, പോലീസിലൊക്കെ അറിയിച്ചു, പിന്നെ അവിടെ കൊണ്ടാക്കി എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ശാലിനിയോട് ചോദിക്കുകയാണ്, പപ്പിക്ക് ഇത്രയും വലിയ ആപത്തുണ്ടായിട്ട് നീ എന്താ മോളെ എന്നോട് പറയാതിരുന്നതെന്ന്. അന്നേരം സത്യം പെട്ടെന്ന് ചോദിക്കുകയാണ്, അതിന് പപ്പിക്ക് ആപത്തുണ്ടായതിന് എന്തിനാ ശാരദാമ്മയോട് പറയുന്നതെന്ന്. അന്നേരം ശാരദാമ്മ ആ കൺഫ്യൂഷനിലാവുകയാണ്, കുട്ടിയോട് എന്ത് പറയുമെന്നുള്ളത്. ശാലിനിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം പറയ് ശാരദാമ്മ എന്തിനാ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് സത്യം പറയാനും വയ്യ, കള്ളം പറയാനായിട്ട് ശാരദാമ്മയ്ക്ക് കിട്ടുന്നുമില്ല. അവസാനം ശാലിനി വിളിക്കുകയാണ്, അത് മോളുടെ ഫ്രണ്ട് അല്ലേ പപ്പി, അപ്പോൾ പിന്നെ മോളെ പോലെയല്ലേ ശാരദാമ്മയ്ക്ക് പപ്പിയും, അതുകൊണ്ട്
ഇങ്ങനെ വെപ്രാളപ്പെട്ടാണെന്ന് പറയുമ്പോൾ വീണ്ടും ഈ കുട്ടി സംശയം ചോദിക്കുകയാണ്. അതിന് ഇന്നല്ലേ എൻ്റെ ഫ്രണ്ട് ആയത്, പിന്നെ എങ്ങനെ ശാരദാമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയൂ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മയും ശാലിനിയും അങ്ങ് മാറി മാറി ചോദിക്കുകയാണ്. അന്നേരം മോളുടെ ഫ്രണ്ടായതും ഒക്കെ മോളിപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ശാരദാമ്മയ്ക്ക് മനസ്സിലായതാണെന്ന് പറയുകയാണ്. അപ്പോൾ ശാരദാമ്മ മിടുക്കിയാണല്ലേ എന്നും പറഞ്ഞ് സത്യ സംസാരിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, പിന്നെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ നീ അവിടെ പോയോ, നീ അകത്ത് കയറി മോളെ വിളിച്ചോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അമ്മയല്ല ഡ്രൈവർ അങ്കിളാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്, ശാരദാമ്മയെ നോക്കുകയാണ്. തുടർന്ന് സത്യമാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ്. അവിടെ പപ്പിക്ക് എന്തുമാത്രം ആൾക്കാരുണ്ടെന്നറിയാമോ, അച്ഛൻ, അമ്മ, അച്ചച്ചൻ, പിന്നെ അച്ചമ്മ, പിന്നെ വല്യച്ഛൻ, പിന്നെ ആൻറ്റി, അങ്കിള്, അവരുടെ ഒരു മോള്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എന്ത് സ്നേഹമാണെന്നറിയാമോ, പിന്നെ എനിക്ക് മാത്രം ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ അമ്മയും മാത്രം ഒന്നും പറഞ്ഞ് പപ്പി അങ്ങ് സങ്കടപ്പെടുകയാണ്. തുടർന്നും സത്യം അങ്ങ് സംസാരിക്കുന്നുണ്ട്. പപ്പിയുടെ വല്യച്ഛനാണെങ്കിൽ എൻ്റെ ഒരു ബിഗ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. പപ്പിയുടെ മുത്തശ്ശിയാണെങ്കിൽ അച്ചമ്മയാണെങ്കിൽ എന്നെ മടിയിലിരുത്തി ഈ കവിളിൽ ഉമ്മയൊക്കെ തന്നു, എനിക്ക് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ചോക്ലേറ്റും ഒക്കെ തരാനായിട്ട് അവർ മത്സരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സത്യയുടെ പിന്നെ അവരോടുള്ള ആ സ്നേഹമൊക്കെ കണ്ടിട്ട് ശാലിനിക്കും വിഷമാവുന്നുണ്ട്, ശാരദാമ്മയ്ക്കും വിഷമാവുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, എന്നിട്ട് മോൾ അതൊക്കെ വാങ്ങി കഴിച്ചോ എന്ന്. അന്നേരം ഇല്ല, അന്യരുടെ വീട്ടിൽ നിന്നും കയ്യിൽ നിന്നും ഒന്നും വാങ്ങലെന്നല്ലേ അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ വീണ്ടും പെട്ടെന്നങ്ങ് പറയുകയാണ്, അതിനവർ അന്യരല്ലല്ലോ എന്ന്. അതെന്താ അങ്ങനെ, പിന്നെ അവരെൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ശാലിനി എന്താ അമ്മയെന്ന് ഇങ്ങനെയുള്ള ഭാവത്തിൽ ശാരദാമ്മയെ നോക്കുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങ് വീണ്ടും ടെൻഷൻ ആവുമ്പോൾ സത്യം പറയണോ, ഇപ്പം മനസ്സിലായി, പപ്പിയുടെ അമ്മ പറഞ്ഞായിരുന്നു പപ്പി എൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ ഫ്രണ്ടിൻ്റെ ബന്ധുക്കളൊക്കെ എൻ്റെ എല്ലാവരും ആണെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ ശ്യാമയെയും ഇവിടെ കുഴപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എനിക്ക് ആരുമില്ല, അവിടെ എല്ലാവരും ഉണ്ട്, എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വീണ്ടും വീണ്ടും സത്യം ബഹളം ഉണ്ടാക്കുമ്പോൾ ശാലിനി വിളിച്ചു പറയുകയാണ്, മോൾക്ക് ശാരി ആൻറ്റിയെ കാണിച്ചു തന്നില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ആൻറ്റി ഇവിടെ ഇല്ലല്ലോ, എൻ്റെ അച്ഛനും അച്ചമ്മയും ഒക്കെ എന്നാ വരിക എന്നും പറഞ്ഞങ്ങ് ശാലിനിയെ പിടിച്ചു കുലുക്കി അങ്ങ് ബഹളം ഉണ്ടാക്കുകയാണ്. വീണ്ടും വീണ്ടും അങ്ങ് ചോദിക്കുകയാണ് അച്ഛനെ കാണണമെന്നുള്ളതൊക്കെ. അന്നേരം അച്ഛമ്മ ഇല്ലെങ്കിൽ വേണ്ടേ, അച്ഛൻ എന്ന് വരും ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മോളൊന്ന് സമാധാനപ്പെടുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ എന്ന്. അന്നേരം സത്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്, ഓൾഡ് ലേഡി, ഞാൻ നിങ്ങളോടല്ലല്ലോ സംസാരിച്ചത്, എൻ്റെ അമ്മയോടല്ലേ സംസാരിച്ചത്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതെന്നും പറഞ്ഞ് സത്യം അങ്ങ് ചൂടാവുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങ് വല്ലാതാവുകയാണ്. അന്നേരം എന്താ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അതങ്ങ് വിഷമാവുന്നുണ്ട്. ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം എന്താ മോളെ എന്നും പറഞ്ഞ് വീണ്ടും നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്ന് വരുമെന്ന് പറയും, അച്ഛമ്മ ഇല്ലെങ്കിൽ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ വരും, ഒരു ദിവസം വരുമെന്ന് പറയുകയാണ്. അന്നേരം എന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ് വീണ്ടും സത്യം അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം നാളെ വരും, അച്ഛൻ നാളെ വരുമെന്ന് പറയുമ്പോൾ സത്യയ്ക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. എൻ്റെ അച്ഛൻ നാളെ വരുമേ എന്നും പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ കുലുക്കി സന്തോഷത്തോടു കൂടി ആർത്തുല്ലസിച്ച് സത്യം അങ്ങ് അകത്തേക്ക് ഓടി കയറി പോവുകയാണ്. തുടർന്ന് ആ സന്തോഷം ഗോപാലകൃഷ്ണൻ ഓടിച്ചെന്ന് പറയുകയാണ്, മുത്തശ്ശ എൻ്റെ അച്ഛൻ നാളെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ്റെ കവിളിലേക്ക് ഒരു മുത്തമൊക്കെ കൊടുക്കുകയാണ്. ഗോപാലകൃഷ്ണന് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് കുട്ടിയുടെ മുമ്പിൽ ചിരിച്ച് സന്തോഷിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ വരുന്നേന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് സത്യക്കുട്ടി ഓടി കയറി പോവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ ശാലിനിയുടെ ആ മുഖം കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ ആകെ സങ്കടമാവുകയാണ്. അവർ തങ്ങളിലൊന്നും മിണ്ടുന്നില്ല, പരസ്പരം നോക്കിയിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ ആ സത്യമോള് പിന്നെ സത്യഭാമയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും പിന്നെ അവിടെ എന്തോരം ആൾക്കാരാണ് പപ്പിയെ സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ട്, വല്യച്ഛൻ ബിഗ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞത് ഓർത്ത് അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് ഈ സത്യ ഇതെവിടെ പോയി, സത്യയെ മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കണം, അമ്മ ഇതെവിടെ പോയി എന്നൊക്കെ നോക്കിയിട്ട് ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് സത്യ വിളിക്കുന്നുണ്ട്. അന്നേരം എന്താ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ ഓടി വരികയാണ്. അന്നേരം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അമ്മമ്മ എവിടെയും ചോദിക്കുകയാണ്, അമ്മമ്മയല്ലേ സാധാരണ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ല, നീ പോയി തിരക്കെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അന്നേരം ആ സത്യ പറഞ്ഞതിലുള്ള വിഷമമാണ് എന്നാണ് ശാലിനിയും കരുതുന്നത്. അതുപോലെ തന്നെയാണ് സത്യയോടും പറയുന്നത്, സത്യയ്ക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. തുടർന്ന് ശാരദാമ്മയെ ഇങ്ങനെ ജനലിൽ കൂടെ ചെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മയെ പിണക്കം ഭാവിച്ചിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനു മുന്നേ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓൾഡ് ലേഡി എന്ന് വിളിച്ചത് ഫീൽ ചെയ്ത് കാണുമോ എന്ന്. അന്നേരം എനിക്കറിയില്ല, പോയി ചോദിക്കാനാണ് ശാലിനി പറയുന്നത്. തുടർന്ന് ശാരദാമ്മയെ എന്ന് വിളിക്കുമ്പോൾ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ്. അന്നേരം ഞാൻ
ഞാൻ ഓൾഡ് ലേഡി എന്ന് വിളിച്ചതാണോ പ്രശ്നം എന്ന് പറയുമ്പോഴും ശാരദാമ്മ മിണ്ടുന്നില്ല. തുടർന്ന് സത്യ ഇങ്ങനെ ഏത്തവിടുകയാണ് സോറി എന്ന് പറഞ്ഞിട്ട്. അന്നേരം അയ്യോ മോൾ എന്തിനാ സോറി പറയുന്നത്, ഞാൻ ഓൾഡ് ലേഡി ആണല്ലോ എന്ന് പറയുകയാണ്. എന്നാലും ഞാനങ്ങനെ വിളിച്ചില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. അപ്പോൾ ശാരദാമ്മയെ ഞാൻ പൊന്നെന്നാണ് വിളിച്ചത്, സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സത്യ നിൽക്കുകയാണ്. സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അന്നേരം തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ഓ മോൾക്ക് ഇവിടെയൊന്നും ഇഷ്ടമല്ലല്ലോ, മോൾക്ക് സത്യയുടെ പപ്പിയുടെ വീടല്ലേ ഇഷ്ടം, അവിടെ അച്ഛമ്മയും അച്ഛനും ആൻറ്റി അങ്കിളും വല്യച്ഛനും എല്ലാവരും ഒക്കെ ഇല്ലേ, അവിടെ അങ്ങോട്ട് ചെല്ലി, ഇവിടെ ഇപ്പോൾ ഈ തുരുമ്പെടുത്ത ഈ വയസ്സായ ശാരദാമ്മ മാത്രമാണുള്ളത്, പിന്നെ വേറെ എന്നെ ആർക്ക് വേണം എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് പിണക്കമൊക്കെ കാണിക്കുകയാണ്. അന്നേരം ശാലിനിയും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സത്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാരദാമ്മയ്ക്ക് വിഷമമാകുന്നു എന്ന് കാണുമ്പോൾ സത്യയ്ക്ക് അങ്ങ് വിഷമമാവുകയാണ്. തുടർന്ന് മോള് പൊയ്ക്കോ, ഇവിടെ അങ്ങ് നിൽക്കേണ്ട, അവിടെ പൊയ്ക്കോ, സത്യയുടെ വീട്ടിൽ പൊയ്ക്കോ എന്ന് വീണ്ടും വീണ്ടും ശാരദാമ്മ പറയുകയാണ്. പറക്കം പറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭർത്താവ് ഇറക്കി വിട്ടപ്പോൾ പതറിയിട്ടില്ല, പിന്നെ ഒരുവിധം ഇങ്ങനെയൊക്കെ എത്തി, പിന്നെ 6 വർഷം വേറെ ഏതോ നാട്ടിൽ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ എന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്, പറയരുത് എന്നുള്ള രീതിയിൽ. അന്നേരം സത്യ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാലിനിയുടെ മുഖത്തേക്ക് ശാരദാമ്മ നോക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സത്യയെ നാളെ അച്ഛനെ കാണിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പ്രൊമോയിലോ പുതിയ എപ്പിസോഡ് വരുമ്പോൾ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്